Hello friends, welcome to Rajeev's Vlogs. ഇന്ന് നമ്മൾ ഒരു Nikon Z6 Z6&7 എന്ന് പറയുന്ന രണ്ട് ക്യാമറകളുടെ സ്പെക് ടോക്ക് ആണ് ചെയ്യുന്നത്. നമ്മൾ കുറേ നാളായല്ലേ സ്പെക് ടോക്ക് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെക് ടോക്കിൽ നമുക്ക് ഈ രണ്ട് Nikon ക്യാമറകൾ നോക്കാം. ഓക്കെ, ഈ രണ്ട് ക്യാമറകൾ നിങ്ങൾക്കറിയാം മുമ്പ് C6ഉം C7ഉം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു Mark II വെർഷനാണ്. അപ്പോൾ Nikon ആദ്യമായിട്ടാണ് Mark II വെർഷൻ എന്ന് പറയുന്നൊരു വെർഷൻ കൊണ്ടുവരുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ സ്പെക്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇതിന് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കിയാവട്ടെ സംഭവം പറയുന്നത്. നിങ്ങളിപ്പോൾ നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് സംഭവം മനസ്സിലാക്കാൻ സാധിക്കും, വായിച്ച് മനസ്സിലാക്കാനായിട്ട്. ഈ പുതിയ രണ്ട് ക്യാമറകൾക്കും ഡ്യുവൽ കാർഡ് സ്ലോട്ട്സ് ആണുള്ളത്. എനിക്ക് തോന്നുന്നു C6നും C7നും ഡ്യുവൽ കാർഡ് സ്ലോട്ട്സ് ഇല്ലായിരുന്നു. ഇതിൻ്റെ മെയിൻ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ XQD CF എക്സ്പ്രസ് ടൈപ്പ് B സോക്കറ്റാണ്. ഇത് കഴിഞ്ഞ ക്യാമറയിൽ ഉണ്ടായിരുന്നു. C6ലും C7ലും ഈ രണ്ട് സ്ലോട്ടുകളും ഉണ്ടായിരുന്നു. ഇപ്പം അധികമായിട്ട് വന്നിരിക്കുന്നത് ഒരു UHS-2 SD കാർഡ് സ്ലോട്ടാണ് രണ്ട് ക്യാമറയിലും എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ പുതിയ കാർഡ് സ്ലോട്ടിൽ ഓവർഫ്ലോ കേപ്പബിലിറ്റി ഉണ്ട്. ഓവർഫ്ലോ കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാർഡ് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് കാർഡിലേക്ക് റെക്കോർഡ് ആയിക്കോളും. പിന്നീട് ഒരു കാർഡിൽ റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാം, മറ്റേ കാർഡിൽ JPEG സേവ് ചെയ്യാം. അപ്പോൾ ഒരു ഫോട്ടോ തന്നെ നമുക്ക് ഒരു കാർഡിൽ റോ ഫോർമാറ്റിലായിട്ട് പൊക്കോളും, ഒരു കാർഡിൽ JPEG പൊക്കോളും. പിന്നെ ഈ രണ്ട് കാർഡിലും ഇല്ലാത്ത ഒരു കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ വീഡിയോ മാത്രം, ഒരെണ്ണത്തിൽ ഫോട്ടോ മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ കാർഡുകളിൽ അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഇല്ല. മീൻസ് രണ്ട് കാർഡ് ഓപ്ഷൻ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. ഇനി അടുത്തതായിട്ട് C6നും C7ലും നമുക്ക് വെർട്ടിക്കൽ ഗ്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അതായത് നമുക്കിങ്ങനെ ക്യാമറ പോർട്രേറ്റ് മോഡിൽ പിടിച്ചാൽ ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ, അതായത് കൂടിയ ക്യാമറകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സംഭവം ഈ C6-2ലും C6-7ലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയുള്ളത് ബാറ്ററിയാണ്, കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററിയാണ്. മുൻപുണ്ടായിരുന്ന ബാറ്ററിയെക്കാട്ടും കുറച്ചും കൂടെ, അതായത് 5 to 10% ബാറ്ററി ലൈഫ് കൂടുതലായിട്ട് നമുക്ക് ഈ രണ്ട് ക്യാമറകളിൽ കിട്ടും. അതുപോലെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവൽ പ്രൊസസ്സറാണ്. അതായത് രണ്ട് പ്രൊസസ്സറുകളുണ്ട് ഈ രണ്ട് ക്യാമറകൾക്കും. അപ്പോൾ ഈ ഡ്യുവൽ പ്രൊസസ്സർ കൊണ്ട് നമ്മുടെ ഫ്രെയിംസ് പെർ സെക്കൻഡ്, അതായത് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഫ്രെയിംസ് പെർ സെക്കൻഡ് കൂടും. ഓവറോൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. ഇപ്പം C6ലാണെങ്കിൽ 14 ഫ്രെയിംസ് പെർ സെക്കൻഡ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. മുൻപത്തെ C6ലാണെങ്കിൽ 12 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. C6-2ൽ 14 ഫ്രെയിംസ് പെർ സെക്കൻഡ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. C7-2ലാണെങ്കിൽ നിങ്ങൾക്ക് 10 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാം. മുൻപത് 9 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആയിരുന്നു. C7-2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു കൂടിയ മോഡലാണ്. അതുകൊണ്ടാണ് ഫ്രെയിം റേറ്റ് C6-2നെക്കാട്ടും കുറവ്. അതായത് അതിൻ്റെ സെൻസറിന് വലിപ്പം കൂടുതലാണ്, മെഗാ പിക്സൽ കൗണ്ട് കൂടുതലാണ്. അതുകൊണ്ടൊക്കെ കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും ഈ ചെറിയ ക്യാമറകളെക്കാട്ടും. അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉള്ളത് ഓട്ടോ ഫോക്കസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. ഓട്ടോ ഫോക്കസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആനിമൽ ഐ ഡിറ്റക്ഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വൈഡ് ഏരിയ ഓട്ടോ ഫോക്കസ് മോഡ് കുറച്ചും കൂടെ വൈഡായിട്ട് നമുക്ക് കിട്ടും. മുൻപത്തെ C6, C7 മോഡലുകളെ അപേക്ഷിച്ച് നോക്കിയാലും കുറച്ചും കൂടെ വൈഡായിരിക്കും. ലോ ലൈറ്റ് ഓട്ടോ ഫോക്കസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ലോ ലൈറ്റിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ഓട്ടോ ഫോക്കസ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് USB കേബിളിൽ കുത്തി ചെയ്തിട്ടുണ്ട് ഈ ക്യാമറ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതായത് ബാറ്ററിയുടെ ഹെൽപ്പ് ഇല്ലാതെ, ബാറ്ററി ഉള്ളിൽ വേണമായിരിക്കും, പക്ഷേ ബാറ്ററിയുടെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് USB കേബിളിൽ കുത്തിയിട്ടുണ്ട് ഈ ക്യാമറ വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ലോങ് ഈവൻറ്റ്സ് ഒക്കെ കവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ബാറ്ററി തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പവർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു USB കേബിൾ കണക്ട് ചെയ്ത് നിങ്ങളുടെ ക്യാമറ അതിൽ കുത്തിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം എത്രമാത്രം ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹീറ്റിംഗ് ഇല്ലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് USB വഴി നിങ്ങളുടെ ക്യാമറയുടെ ബാറ്ററി ചാർജ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാം. മെയിനായിട്ട് നിങ്ങൾക്ക് ക്യാമറ കുത്തിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് ഹെൽപ്ഫുൾ ആകുന്നത് വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും. ലോങ് ഈവൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ബാറ്ററി നിങ്ങൾക്ക് മാറണ്ട, കുത്തിയിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗുണം നിങ്ങൾക്കുണ്ട്. ഇനി C7-2 ക്യാമറയിലാണെങ്കിൽ നമുക്ക് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ 4K ഷൂട്ട് ചെയ്യാം. C6-2ലാണെങ്കിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാം, പക്ഷേ ക്രോപ്പ് ആംഗിൾ കുറച്ചും കൂടെ കൂടുതലാണ്. 1.8x ക്രോപ്പാണുള്ളത്. C6ലാണെങ്കിൽ അത് 93% നിങ്ങളുടെ സെൻസർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ C7-2 4K ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് C6 C7 മാറിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ ഇതിലുള്ള വീഡിയോയിൽ. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ C6ലും C7ലും N-Log എന്ന് പറയുന്ന ഒരു ലോഗ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ഹൈബ്രിഡ് ഗാമ ലോഗ് എന്ന് പറയുന്നൊരു സംഭവം കൂടെ നമുക്ക് ഉണ്ട്. അപ്പോൾ ഹൈബ്രിഡ് ഗാമ ലോഗിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോസ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡ് അപ്ഗ്രേഡ് ഉണ്ട്. അതായത് ഈ പെയ്ഡ് അപ്ഗ്രേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റോ ഫോർമാറ്റിൽ സ്ട്രീം ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഈ പെയ്ഡ് അപ്ഗ്രേഡിൽ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അവസാനമായിട്ട് ചെറിയ ട്വീക്സും ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സും രണ്ട് ക്യാമറകളിലും ഉണ്ട്. അതുകൂടാതെ നമുക്ക് എന്താണ് ഈ രണ്ട് ക്യാമറയും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് നോക്കാം. C6ഉം C7ഉം. C7 ഇച്ചിരിയുടെ കൂടിയ ക്യാമറയാണ്. C6-2ഉം C6-7 ആണ് കേട്ടോ, C7-2 ആണ് കേട്ടോ.
അപ്പം C6-2 നമുക്ക് 24.5 മെഗാ പിക്സലാണുള്ളത്. C7-2 45.7 മെഗാ പിക്സലാണ് ഉള്ളത്. പിന്നീട് നമുക്ക് ISO ബേസ് ISO എന്ന് പറഞ്ഞാൽ C6-2 100ഉം C7-2 64ഉമാണ്. ഓക്കെ. പിന്നെ ഇമേജ് സൈസിൽ വ്യത്യാസമുണ്ട്. C7-2 പ്രോസസ്സർ കുറച്ചും കൂടെ വലുതാണ്. മുൻപ് നമ്മൾ പറഞ്ഞ കാര്യം നമ്മുടെ ഫ്രെയിംസ് പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാനുള്ള കണ്ടിന്യൂസ് ഷൂട്ടിങ് കുറച്ചും കൂടെ ബെറ്റർ C6-2 അതൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മെഗാ പിക്സൽ കൗണ്ട് കുറവാണ്, പ്രോസസ്സറിൻ്റെ സൈസും കുറവാണ്. അപ്പോൾ 14 ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് C6-2 കിട്ടും. C7-2 10 ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ രണ്ട് ക്യാമറയുടെയും ബഫർ നോക്കിയാൽ 124ഉം 77ഉമാണ്. ബഫർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കണ്ടിന്യൂസ് ഷോട്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കടന്ന് അടിക്കുമല്ലോ, ആ സംഭവം നമുക്ക് C6-2 124 വരെ കിട്ടും, C7-2 77 വരെ കിട്ടത്തുള്ളൂ. പിന്നെ ഫോക്കസ് പോയിൻറ്റ്സ് 273ഉം C7-2 493ഉമാണ് ഉള്ളത്. 4K ക്രോപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 93% കവറേജ് നമുക്ക് കിട്ടും C7-2. C6-2 1.8x ക്രോപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ട് ക്യാമറകളെക്കുറിച്ചും പറയാനുള്ളത്. ഇടയ്ക്ക് എനിക്ക് മാറിപ്പോയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. C7-2 വരെ C6-7 എന്ന് വല്ലതും പറഞ്ഞൊരു സംശയമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ക്ഷമിക്കുക. വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ഇതാണ് നമ്മുടെ ഒരു ക്രിട്ടിക് റിവ്യൂ പോട്ടെ. സ്പെക്ടോക്ക് നടത്തിയിട്ട് നമ്മൾ കുറച്ച് നാളായല്ലോ, അപ്പോൾ നമ്മുടെ ഒരു സ്പെക്ടോക്കാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.